മോഡി സർക്കാർ അപ്പീൽ ചെയ്യുകയാണ് ചെലവ് കുറഞ്ഞതും മികച്ചതുമായ വിദ്യാഭ്യാസം വേണമെങ്കിലും നല്ല തൊഴിൽ വേണമെങ്കിലും ടീം ആം ആദ്മി പാർട്ടിയെ കൊണ്ടുവരൂ, തങ്ങൾക്ക് പറ്റില്ല എന്ന്. അതെ, നിങ്ങൾ വായിച്ചത് സത്യമാണ്. സംശയമുണ്ടേൽ ന്യൂസുകളൊന്ന് കേട്ടുനോക്കൂ. ഇറാൻ സർവകലാശാലകളിൽ പഠിക്കുന്ന MBBS വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ഒഴിപ്പിക്കൽ നടപടി തുടങ്ങി. ഇറാനിൽ നിന്നും മാത്രമല്ല, ഇസ്രായേലിൽ ജോലി, പഠനം എന്നിവയ്ക്കായി പോയവരും നാട്ടിലേക്ക് വരേണ്ടതുണ്ട്. ഇതിനു മുമ്പ് ഉക്രൈനിൽ നിന്നുള്ള വിദ്യാർത്ഥികളോടായിരുന്നു. അതിനിടയിൽ അമേരിക്കയിൽ പഠിക്കാൻ പോയ വിദ്യാർത്ഥിയെ ലോക പോലീസ് ബൂട്ടിന് ചവിട്ടി കിടത്തിയത് നാം കണ്ടു. കാനഡ നമ്മുടെ വിദ്യാഭ്യാസ തൊഴിൽ ഹബ്ബാണ്, ചൈനയും അതുപോലെ. എന്തിനേറെ, പാകിസ്ഥാനിൽ പോലും നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. നമ്മുടെ സർക്കാർ ആ സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ വാലിഡ് ആക്കുന്നില്ല എങ്കിൽ പോലും. 2014 മോഡി നടത്തിയ ഒരു ഗൾഫ് പര്യടനത്തിൽ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്തു പറഞ്ഞത്, പ്രിയ ദേശവാസികളെ, നിങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങിവരാൻ ഒരുങ്ങിക്കൊള്ളൂ, ഞാൻ നിങ്ങൾക്കായി ഇന്ത്യയിൽ തൊഴിലവസരങ്ങളും ബിസിനസ് അവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് എന്ന്. അതിനുശേഷം 11 വർഷം കഴിഞ്ഞുള്ള കഥയാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഉക്രൈനിൽ നിന്നുമുള്ള ഇന്ത്യക്കാരുടെ യുദ്ധഭീതി വാർത്തകൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു കാര്യം, ഇന്ത്യയിൽ മികച്ച വിദ്യാഭ്യാസത്തിനും തൊഴിലും മോഡി ചെയ്തതെന്താണ്? വട്ടപൂജ്യം എന്ന് വേണേൽ പറയാം. അല്ലെങ്കിൽ നമ്മൾ അറബിയുടെയും സായിപ്പിന്റെയും നാട്ടിൽ പോകേണ്ടി വരില്ലല്ലോ. വിദ്യാഭ്യാസ തൊഴിലിനുവേണ്ടി മോഡി ഒന്നും ചെയ്തില്ലെങ്കിലും രാജ്യതലസ്ഥാനത്തെങ്കിലും അത് നല്ലപോലെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ സർക്കാരിനെ കള്ളക്കേസിലും ഫേക്ക് ന്യൂസിലും ഉൾപ്പെടുത്തി ഇല്ലാതാക്കാൻ കഴിഞ്ഞു. നമ്മൾ വിദ്യാഭ്യാസം നേടരുതെന്നും ഇന്ത്യയിൽ തൊഴിൽ ചെയ്യരുതെന്നുമുള്ള ഉദ്ദേശത്തോടെ BJP സർക്കാർ ഇന്ത്യക്കാർക്ക് നൽകിയ 8ന്റെ പണിയാണ് അരവിന്ദ് കെജ്രിവാൾ സർക്കാരിനെ കള്ളവോട്ടിലൂടെ അട്ടിമറിച്ചത്. ഒന്നുകിൽ വിദേശരാജ്യങ്ങളിൽ യുദ്ധമുണ്ടാകുമ്പോൾ തൊഴിലും ഉപേക്ഷിച്ച് പുസ്തകവുമെടുത്ത് നാട്ടിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മികച്ച വിദ്യാഭ്യാസവും തൊഴിലും നേടാം, ആം ആദ്മി പാർട്ടിയോടൊപ്പം നിൽക്കാമെന്ന് മോഡി സർക്കാർ നമ്മോട് പറയാതെ